പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അതൊരു പഴമൊഴിയാണ്, പഴഞ്ചൊല്ല. തമിഴ്നാട് ധർമ്മപുരിയിൽ ഇന്നലെ ഒരു കള്ളൻ പിടിയിലായി. കള്ളൻ കുടുങ്ങിയതും അസാധാരണ നിലയിൽ തന്നെയായിരുന്നു. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? കള്ളൻ്റെ കഥയിലേക്ക്. നല്ലമ്പള്ളി സ്വദേശി തങ്കരാജാണ് ഭണ്ഡാരപ്പെട്ടിയിൽ കൈയിട്ട് കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രി ശേഷ്യപ്പെട്ടി ഗ്രാമത്തിലെ പെരിയാണ്ടിച്ചിയമ്മൻ കോവിലിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിക്കാൻ 2 പ്ലാനുകളുമായാണ് തങ്കരാജ് എത്തിയത്. പ്ലാൻ എ, ഭണ്ഡാരപ്പെട്ടി തകർത്ത് പണമെടുത്ത് മുങ്ങുക. പക്ഷേ ഇരുമ്പ് കൊണ്ടുള്ള ഭണ്ഡാരപ്പെട്ടി തകർക്കാൻ തങ്കരാജിനായില്ല. എന്നാൽ പിന്നെ പ്ലാൻ ബി പരീക്ഷിക്കാമെന്ന് വെച്ചു. ഭണ്ഡാരപ്പെട്ടിയിലെ ദ്വാരത്തിലൂടെ കൈ അകത്തേക്കിട്ടു. നോട്ടുകെട്ടുകളൊന്നും തടയാതെ വന്നതോടെ കൈ വീണ്ടും ഉള്ളിലേക്കിട്ടു. എന്നിട്ടും ഒന്നും കിട്ടാതായപ്പോൾ കൈ തിരികെ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് താൻ ശരിക്കും പെട്ടെന്ന് സത്യം തങ്കരാജ് മനസ്സിലാക്കിയത്. പെട്ടിക്കുള്ളിൽ കൈവെട്ടതോടെ രാവിലെ വരെ ഇവിടെ തന്നെ ഇരിക്കാതെ മറ്റു വഴികളില്ലെന്നായി. നേരം പുലർന്നതോടെ നാട്ടുകാരെത്തി. തങ്കരാജിന്റെ അഭ്യർത്ഥന പ്രകാരം കുടുങ്ങിയ കൈ പുറത്തെടുക്കാൻ ഫയർഫോഴ്സിനെ വിളിച്ചു. കൈ പുറത്തെടുത്തതോടെ പോലീസ് എത്തി തങ്കരാജിനെ അകത്താക്കി. സ്ഥിരം മോഷ്ടാവാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. ഒരു രാത്രി മുഴുവൻ തങ്കരാജിന്റെ കൈ കുടുങ്ങിയിരുന്ന ഭണ്ഡാരപ്പെട്ടിയിൽ ആകെ ഉണ്ടായിരുന്നത് 500 രൂപ മാത്രമായിരുന്നു. 24 ചെന്നൈ.